വെൽക്കം ബാക്ക് അഗൈൻ. ബിനുവാണേ. അപ്പോൾ ഈ കാണുന്നുണ്ട് കേട്ടോ, സെൻറ്റ് ജോസഫ് ചർച്ച് കൊച്ചുതോവാള. ഏകദേശം 10-35 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു സിറ്റിയാണ്, ഒരു 3 കൂടുന്ന ഒരു കവലയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോഴും ഒരു ഗ്രാമ പശ്ചാത്തലത്തിലുള്ളൊരു സിറ്റിയാണ് കേട്ടോ. ഇവിടെ കുറേ വാഹമരമൊക്കെ ഉണ്ടായിരുന്നു. വാഹമരമൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. എന്നാലും ഇവിടെ ചെറിയ സിറ്റിയാണ്. അത് തന്നെയല്ല, 100-400 കുട്ടികൾ പഠിക്കുന്ന ഒരു ചെറിയൊരു ഗവൺമെൻറ് സ്കൂളും ഉണ്ട് കേട്ടോ. അപ്പം അതങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെയാണ് ഈ ചെറിയ 2 പഴയ നാടൻ രീതിയിലുള്ള കടകൾ കേട്ടോ. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ദാസപ്പൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും ദാസപ്പനും കൂടിയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഈ യാത്ര കാണാൻ നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ. അതായത് ഗ്രാമക്കാഴ്ചയിലായിട്ട് നമുക്ക് ഒരുപാടുണ്ട്. ഇതുണ്ട്, ഒരു 3 കൂടുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. വന്ന് ഇവിടെ നേരെ നമ്മൾ പോകുന്നത് നമ്മൾ ഇരട്ടയാർ തോവാള ആ ഭാഗത്തോട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ തോവാളക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ഒരു നാടൻ സിറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ കാലമായിട്ടേ ഉള്ളൂ ഈ റോഡുകളൊക്കെ ഇങ്ങനെ വന്നിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്രാമമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നേരെ ഇരട്ടയായിട്ടുള്ളൊരു ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ. ഇപ്പോഴാണ് ഒരു കുറച്ച് വഴിയൊക്കെ ഇച്ചിരി മെച്ചമായത്. നമുക്കങ്ങനെ മുന്നോട്ടാണ് പോകേണ്ടത്. അത് ഇരട്ടയാർ തോവാള ആ ഭാഗത്തോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇത് നേരെ പോകുന്ന നമ്മുടെ പേഴുങ്കല വെട്ടിക്കുഴക്കവലിക്ക് വന്ന വഴി കേട്ടോ. ഇത് ആ വഴി നമ്മൾ അതിലെ വന്നത്. അപ്പം ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അമ്പിളി സിനിമയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. അത് ഈ സർവേ നമുക്ക് മനസ്സിലായല്ലോ, ഉപ്പുകണ്ടമാണ്. അപ്പം ഇവിടെയുള്ള കടകളൊക്കെ രാവിലെയും വൈകിട്ടും മാത്രമേ തുറക്കുള്ളൂ കേട്ടോ. ഇപ്പം ഇവിടെ ഈ ചെറിയ സിറ്റിയിലൊന്നും ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് തുറക്കാത്തത് കേട്ടോ. ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ 2 സൈഡും ഒട്ടനവധി വീടുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഇതിലേക്ക് മനുഷ്യൻ പോലും നടക്കാൻ മേലത്തെ വഴിയായിരുന്നു കേട്ടോ. ഇത് നടപ്പുഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇതിലേക്കൊരു വഴികളൊക്കെ ആയത് കേട്ടോ. വഴികളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അപ്പം റോഡിൻ്റെ 2 സൈഡിലും നല്ല നല്ല കൃഷികളാണ് കേട്ടോ. നല്ല വാഴ കൃഷി, കപ്പയും അതുപോലെ തെങ്ങ്, കമുക് എല്ലാം കൃഷികളുണ്ട് കേട്ടോ. പക്ഷേ ഏലം വളരെ കുറവാണ് ഇങ്ങോട്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഒരു 3 കൂടുന്ന ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഇരട്ടയാർ ഭാഗത്തോട്ട് കേട്ടോ. ഇതിലിങ്ങനെ പോകുന്ന തോവാള. അപ്പോൾ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയിലൊക്കെ പെരുന്നാളായിരുന്നു. പെരുന്നാളൊക്കെ കഴിഞ്ഞോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമക്കാഴ്ച പോലത്തെ കാഴ്ചയാണ് കേട്ടോ. ഈ ചെറിയൊരു പള്ളി കേട്ടോ. പള്ളി കാണാൻ നല്ല രസമാണ്. ഇതിൽ നേരെ മുന്നോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇത് നേരെ പോകുന്ന നമ്മുടെ നെടുങ്കണ്ടം ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നെടുങ്കണ്ടം തോവാളയൊക്കെ പോകുന്ന വഴിയാണ്. ഇതിൽ മൂന്നാറിനും പോകാം. എന്തോ അതിൽ മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടെ കണ്ടോ, വർഷങ്ങളോളം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് തന്നെ ജാതിയും പത്രിയും മാവും കൊക്കോ എല്ലാം നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ പ്ലാമൂട് ജംഗ്ഷനാണ് കേട്ടോ. പ്ലാമൂട് ജംഗ്ഷൻ, അത് അവിടെ നിന്ന് നമുക്ക് തോവാളയ്ക്ക് പോകണം. തോവാള റൂട്ടാണ്. ഇപ്പോൾ റോഡിന് 2 സൈഡ് കുഞ്ഞു വീടുകളൊക്കെ മാറി ഇപ്പോൾ വലിയ വലിയ വീടുകളൊക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ അത് തന്നെയുമല്ല, ഇങ്ങോട്ടൊക്കെ കൂടുതൽ കൃഷി എന്ന് പറയാൻ കുരുമുളകാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാമൂട് ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ. മുമ്പ് ഇതിലേക്ക് വരുമ്പോൾ നടപ്പുവഴി മാത്രമാണ്. അതായത് തോവാള പാമ്പാടുംപാറ ഭാഗത്ത് നിന്നൊക്കെ ഇതിൽ ആൾക്കാർ കട്ടപ്പനയ്ക്ക് അല്ലെങ്കിൽ ഇരട്ടയാറിന് നടന്നു വരുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നൊക്കെ ഇപ്പോഴും ആ ഒരു 10-20 വർഷം മുമ്പുള്ള ഒരു ബിൽഡിങ്ങാണ് അത്. ആ പഴയ കടകളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ വീതി കുറഞ്ഞ വഴിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഹാൻഡിലും വെച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണക്കടിച്ച് പോകേണ്ട സ്ഥലത്ത് നമ്മൾ ബെല്ലടിച്ചാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല മരങ്ങളൊക്കെ നല്ല പച്ചച്ചല്ല നിൽക്കുന്നത് കേട്ടോ. നല്ല മഞ്ഞച്ചാണ് നിൽക്കുന്നത്. കാരണം ഇങ്ങോട്ടൊക്കെ
ഇപ്പോൾ വെള്ളത്തിനൊക്കെ ഒരു ക്ഷാമമുള്ള പ്രദേശമാണ്. അവിടെ മരങ്ങളും കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള വേനൽ ചൂട് ഈ വർഷം ഉണ്ടാകും കേട്ടോ. കാരണം വേനൽ മഴ പെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് കൊക്കയാണ് കേട്ടോ. കൊക്കോയും ഗ്രാമ്പും ജാതിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയൊരു കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്താൽ ഇവിടെ നല്ലൊരു വളമാണ്. ഒരു സൈഡിലൊരു മിറർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്ന് വണ്ടിയൊക്കെ വരുന്ന രീതിയിൽ. എന്നാലും നമുക്ക് ബെല്ലടിച്ചേക്കാം. ഇതാണ് ഇവിടെ തോവാള പാലം. അതായത് ഇവിടുന്ന് നേരെ നമുക്ക് തോവാളയ്ക്കും മന്നാക്കുടിക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. പക്ഷേ തോടുകളൊക്കെ വറ്റി വരണ്ട് കേട്ടോ. തോട്ടിൽ പോലും വെള്ളമില്ലാത്തൊരു സമയമാണ് ഇപ്പോൾ. ഇതാണ് തോവാള പാലം. കണ്ടോ ഈ തോട് കണ്ടോ? തോട്ടിൽ വെള്ളങ്ങളൊക്കെ വറ്റിത്തുടങ്ങി. അപ്പോൾ ഇത് ഇടുക്കി ചിരട്ടയാറ് ആ ഡാമിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇറക്കേറിയാണ്. അതെല്ലാം പുല്ല് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല വേനലായതുകൊണ്ടാണ് കേട്ടോ ഇവിടെ പച്ചപ്പില്ലാത്തത്. ഇവിടെ ഒരു മാവൊക്കെ നിൽപ്പുണ്ടോ. മാവൽ കണ്ണിമാങ്ങയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലെ അങ്ങനെ കുറച്ച് മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തെല്ലാം വന്ന് ഇതാണ് കേട്ടോ ഇവിടുത്തെ തോടിൻ്റെ ഒരു കാഴ്ച. പക്ഷെ നല്ല ക്രിസ്റ്റൽ വാട്ടറാണ് കേട്ടോ. എന്നാലും അവിടെ ഇവിടെ താഴെ കുളിക്കുന്നതും അവിടെ കുറേ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി മുന്നോട്ട് കുറച്ച് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം അതിലായിരുന്നു കേട്ടോ നമ്മുടെ പഴയ തോവാള പാലം കേട്ടോ. ഇതിലിങ്ങനെ കയറി വരുമായിരുന്നു. അപ്പം പുതിയ പാലം വന്നതുകൊണ്ടാണ് അതിലെ വഴിയായത് കേട്ടോ. അപ്പം നമുക്ക് ഇതിലങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. നല്ല മാവൊക്കെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല നമ്മുടെ കടലാസ് റോസ. എന്നാലും ഇതിന് ഇംഗ്ലീഷ് വാക്ക് പറയുന്നതിന് ബൊഫേമുല്ല് എന്നാണ് കേട്ടോ. കാരണം നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് കടലാസ് റോസ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ. എന്നാലും കണ്ടോ ഒരു ഫുട്ബോൾ കോർട്ടാണ്. അപ്പോൾ ആ കോർട്ടിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാം കേട്ടോ. ഇതൊക്കെയാണ് ഈ ഗ്രാമങ്ങളിലോട്ടൊക്കെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു കോർട്ട്. കാരണം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് പിള്ളേരൊക്കെ കളിക്കുന്നതാണ് കേട്ടോ. ചെറിയ പോസ്റ്റ് കേട്ടോ. കണ്ടോ എന്നാലും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ചെറിയൊരു ഫുട്ബോൾ കോർട്ട്. ഇതവരെ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഇവിടെ റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കലുങ്ക് പണിതുകൊണ്ടിരിക്കുകയാണ് റോഡിന് കുറുകെ കേട്ടോ. അപ്പം തോടിൻ്റെയൊക്കെ ഒരു കാഴ്ച നോക്കി വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കങ്ങനെ ഇവിടുന്ന് ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട്. നമുക്കിനി അങ്ങോട്ട് കുറച്ച് പോകാം. നല്ല പുൽച്ചെടികളാണ് കേട്ടോ. നല്ല ബൊഫേമുല്ല. ഇപ്പം നമ്മളിപ്പോൾ ചെല്ലുന്നത് വലിയ തോവാളായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും നിൽക്കുന്ന കൃഷിയിടങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ തോവാളായിട്ടാണ് ചെന്ന് കയറുന്നത്. അതിലെയാണ് നമുക്കൊന്ന് പോകേണ്ടത്. കുറച്ചങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും കാഴ്ചയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. നേരെ മന്നാക്കുടി തോവാളയിലോട്ടാണ് കേട്ടോ. അപ്പം ഇപ്പം ഇങ്ങോട്ടുള്ള റോഡൊക്കെ എന്ന് പറഞ്ഞാൽ റവൈസ് റോഡല്ല, സാധാ റോഡാണ് കേട്ടോ. ഇത് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് അവിടെ ഒരു ഹോമിയോ ഡിസ്പെൻസറിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ താഴോട്ട് നമുക്കൊന്നും ഇറങ്ങിച്ചില്ല. റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വഴിയൊക്കെ വളരെ മോശമാണ്. അയ്യടാ ഒരു കമ്പി നിൽക്കുന്നുണ്ടോ റോഡിന് നടുക്ക്. ഓഹോ അതിലിതിലൊക്കെ വഴി തിരിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇവിടെ ഇറങ്ങി വന്നത് കൊണ്ടൊരു നല്ലൊരു കാഴ്ച കിട്ടി കേട്ടോ. അടിപൊളി. നമുക്ക് കാസപ്പനെ ഇവിടെ ഒതുക്കിയിട്ട് നമുക്കൊന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അടിപൊളി കാഴ്ചയല്ലേ. നമ്മളിങ്ങനെ
ഇതിലെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നൊരു പാലം കണ്ടോ, നല്ല സെറ്റായിട്ടുള്ളൊരു പാലം. പഴയ പാലമാണ് കേട്ടോ, ഏതാണ്ട് ഒരു 40-50 വർഷം പഴക്കം കാണാം ആ ഒരു പാലം പണിതിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ കാഴ്ചകൾ, ഇങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഇത് വർഷകാലം ആകുമ്പം തോടിൻ്റെ 2 കരയും കവിഞ്ഞൊഴുകും കേട്ടോ ഇതിലെ വെള്ളം. അപ്പോൾ നമുക്ക് അതിലങ്ങനെ മുന്നോട്ട് നമുക്ക് കുറച്ചും കൂടി പോയി നോക്കാം. ഇഷ്ടം പോലെ നീർക്കാക്കയും കൊക്കുമാണ് ഇരിക്കുന്നത് കേട്ടോ ഈ തോട്ടിൽ. ഈ ജലാശയം ഒഴുകി ചെല്ലുന്നത് നമ്മുടെ എരട്ടാറ് ഡാമിലോട്ടാണ് കേട്ടോ. ഇത് ഒരുപാട് കാലപ്പഴക്കം കേട്ടോ. അതുപോലെ തന്നെ ഒരു പാലമാണ്. ഈ പാലത്തിനും ഒരു 10-30-40 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ പാലത്തിന്. ഉണ്ടോ, ഇവിടത്തേക്ക് കാഴ്ചയാണ്. വെള്ളമില്ല കേട്ടോ, വെള്ളം വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഇതിലെ വർഷകാലമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഈ തോടിൻ്റെ 2 കരയും കവിഞ്ഞൊഴുകും കേട്ടോ. കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്നുണ്ട്. നമുക്ക് അവരുടെ മീൻപിടുത്തം കാണാൻ പറ്റും, നമുക്ക് നോക്കാം. ഒരു വല വീശുവാണ്. കേട്ടോ വല്ലുതോവാള, അതായത് മന്നാക്കുടി വല്ലുതോവാളായിട്ട് എത്തിയത്. അപ്പം ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം കേട്ടോ. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ ഇതാണ് മന്നാക്കുടി എന്നുള്ള സ്ഥലം കേട്ടോ. ഇതൊരു പഴയ മോഡൽ കടയാണ്. ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. പഴയ മോഡൽ കടയാണ്. ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ പഴയ മോഡൽ കടകൾ. ഇതിപ്പോൾ ഇങ്ങനെ നേരെ പോകുന്നത് നമ്മൾ വണ്ടമേടാണ് പോകുന്നത് കേട്ടോ. വണ്ടമേട് നെടുങ്കണ്ടം ഭാഗത്തോട്ടൊക്കെ പോകുന്നൊരു വഴിയാണ്. അപ്പോൾ വഴിയൊക്കെ തീരെ മോശമാണ് കേട്ടോ. ഓഫ് റോഡ് വഴികളാണ് ശരിക്കും. കോൺക്രീറ്റ്. ഇവിടെ ഒരു വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് താഴോട്ട് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ കേട്ടോ. ഇവിടെ ഒരു ടണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ ഈ ടണലിൻ്റെ വീഡിയോ ഒക്കെ നമ്മളൊന്ന് ചെയ്തായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇപ്പോൾ നോക്കാം നമ്മുടെ ടണലിൻ്റെ അവസ്ഥ എന്താ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം നമ്മളങ്ങനെ നേരത്തെ നമ്മളിവിടെ നിന്ന് വീഡിയോ നമ്മളൊന്ന് ചെയ്തായിരുന്നു. അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ അന്ന് വന്നതിനേക്കാളും കുറച്ച് ഭാഗങ്ങളൊക്കെ ശരിക്കും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒരു ഓഫ് റോഡ് പോലെ കിടക്കുന്നത് കേട്ടോ. നല്ല വേനലായതുകൊണ്ട് സൂക്ഷിച്ച് പോകണം എന്നാണ് നോക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇഷ്ടം പോലെ ഇഴജന്തുക്കളുള്ളൊരു സമയമാണ് പറയുന്നത് കേട്ടോ. എന്താ പൊന്നെ, ഇവിടെ വന്നപ്പം നല്ലൊരു തണുപ്പും ഒരു കട്ട് നാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 2018 ആ പ്രളയകാലത്താണ് ഇവിടെയൊക്കെ ശരിക്കും വെള്ളം നമ്മുടെ, അതായത് ഇടുക്കി ജില്ലയിൽ ഏതാനും കുറേ ഭാഗങ്ങളൊക്കെ ശരിക്കും ഉരുള് പൊട്ടുകയും അതുപോലെ തന്നെ വെള്ളം ഒക്കെ നിറഞ്ഞൊഴുകിയ ഇരുകാരെയൊക്കെ അവിഞ്ഞൊഴുകിയ സ്ഥലമൊക്കെയാണ് കേട്ടോ. ഉണ്ടോ, വഴിയുണ്ടോ? അപ്പം നമ്മുടെ ദാസപ്പനെ വേണ്ടിയിട്ട് ഇറങ്ങി വരാൻ കേട്ടോ. പക്ഷേ ഒരുപാട് കുപ്പിച്ചില്ലുകളുണ്ട് കേട്ടോ. കുപ്പിച്ചില്ലുള്ളതാണ് ദാസപ്പൻ്റെ ഒരു ഭാഗം നശിക്കാൻ അധികം നേരമൊന്നും വേണ്ട. ടയർ ശക്കലം മോശമാണ് ബാഗിലത്തെ, അതുകൊണ്ടാണ് ഇറക്കാൻ വരാത്ത കേട്ടോ. ഉണ്ടോ, ഇതെല്ലാം നല്ല ഉരുണ്ട കല്ലുകളാണ് കേട്ടോ.
ചാടി 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 ഇറങ്ങി വരാൻ പറ്റുള്ളൂ. കയറി പോകുമ്പോഴും അതുപോലെ തന്നെ വെള്ളം വളരെ കുറവാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഉണ്ട് അവിടെ കാണാനും പിടിക്കാനൊക്കെ ആയിട്ട്. 10-20 വർഷം മുമ്പ് ഇതൊരു തടിപ്പാലമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും ഇതൊരു കോൺക്രീറ്റ് പാലമാക്കിയത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെയൊക്കെ കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഈ തോടിൻ്റെ അവസ്ഥ നോക്കിയാൽ വെള്ളം വേറെ സംഗതി ഇല്ല കേട്ടോ. ഇതിൽ നേരെ താഴോട്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നെടുങ്കണ്ടം കല്ലാറ് സൈഡിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഈ ടണൽ മാർഗം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ടണലിൻ്റെ അങ്ങോട്ട് നമുക്കൊന്ന് പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അന്ന് നമ്മളിതിൽ വരുമ്പോൾ ശരിക്കും വെള്ളമായിരുന്നു കേട്ടോ. ഈ തോടിൻ്റെ 2 സൈഡിലും വെള്ളം. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. ഇതുപോലെ വേനൽക്കാലമായാൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. ഏകദേശം 1.5-2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ടണലാണ് കേട്ടോ. അതിന് ഈ ടണൽ ചെല്ലുന്നത് നേരെ നമ്മുടെ നെടുങ്കണ്ടം കല്ലാറ്റിലോട്ടാണ് ചെല്ലുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊന്ന് ചെന്ന് നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ അന്ന് ഞാൻ വരുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സമയം കേട്ടോ. 2018 പ്രളയകാലത്താണ് കേട്ടോ. അന്നൊന്നും നമുക്ക് യൂട്യൂബോ ബ്ലോഗോ ഒന്നുമില്ലാത്തൊരു സമയമാണ്. അന്നേരം ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് ഇപ്പോഴും അതിൻ്റെ അവശേഷങ്ങളൊക്കെ നമുക്ക് മേളിൽ കാണാം, മണ്ണിടിഞ്ഞ് പോകുന്നതിൻ്റെ കേട്ടോ. അപ്പോൾ ഈ ടണൽ മുഖം ശരിക്കും നിറഞ്ഞ് കവിഞ്ഞൊഴുകിയെന്നാണ് പറഞ്ഞ വെള്ളമൊക്കെ. നേരെ ഇടുക്കി ജലാശയത്തിലോട്ടാണ് ചെല്ലുന്നത് വെള്ളം കേട്ടോ. ഇരട്ടാറ്റ് ടണലിൽ ചെന്ന് അവിടുന്ന് ഏകദേശം 5 കിലോമീറ്ററോളം ദൂരമുള്ള ടണലാണ് കേട്ടോ. നമുക്ക് അങ്ങനെ അങ്ങോട്ട് നമുക്ക് ചെന്ന് നോക്കാം. നല്ല കണ്ണീര് വാട്ടറാണ് കേട്ടോ. നല്ല കലക്കലൊന്നുമില്ല. ഇപ്പോൾ കുളിക്കാനൊക്കെ തോന്നും. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ മീനുകളാണ് കേട്ടോ. എന്ത് മീനാകത്തില്ല, ഇതെന്താ കല്ലോമുട്ടിയോ വാഴക്കാവരയോ അങ്ങനെയൊക്കെയാണ് ഈ മീനിൻ്റെയൊക്കെ പേര് പറഞ്ഞത് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. നമുക്ക് ആഹാ, ആ പാറക്കൂട്ടത്തിന് ഇടവഴിക്കടിയാണ് നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത് കേട്ടോ. എന്നാൽ ഇതിന് ഉള്ളിൽ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങേ സൈഡിൽ കൂടെ വരുന്ന അഴുക്കുകളും വേസ്റ്റുകളെല്ലാം ഒഴുകി ഇതിലെയാണ് വരുന്നത് കണ്ടോ. ഇതാണ് നമുക്ക് ഈ ടണലിൻ്റെ മുഖം. നമുക്ക് ഉള്ളിൽ കാണുന്നുണ്ടോ ഒരു ചെറിയൊരു 1 കോയിൻ്റെ വലിപ്പത്തിലൊരു വെളുപ്പ് കാണുന്നുണ്ട് അങ്ങേപ്പുറം. ഏകദേശം 2 കിലോമീറ്ററാണ് കേട്ടോ ഈ ടണൽ അങ്ങ് വരെ ഉള്ളത്. ഇത്രയും കൂടെ അടുത്ത് നമുക്കൊന്ന് ചെന്ന് നോക്കാം. അമ്മേ ശരിയാ കേട്ടോ, നല്ല സ്മെല്ലാണ് ഇതിൻ്റെ അകത്തെ. അയ്യോ, അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, എന്തോ ഇതിനകത്ത് ചത്ത് കിടപ്പുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. കണ്ടല്ലോ അല്ലേ, പിന്നെ അങ്ങകത്തുകൊണ്ട് ഒരു വെള്ളപ്പൊട്ട്. അതാണ് നമ്മുടെ ഈ ഡാമിൻ്റെ ഈ ടണലിൻ്റെ അങ്ങേ എൻഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേളിൽ നിന്നാണ് കല്ലൊക്കെ ഉരുണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ആ കിടക്കുന്ന കല്ലുകളൊക്കെ മേളിൽ നിന്ന് ഉരുണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പം വർഷകാലത്ത് ഇതിലൊന്നും വരാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണക്കലാണെങ്കിൽ പോലും അങ്ങേപ്പുറേ മഴ പെയ്താൽ ഇവിടെ വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ വേനയ്ക്ക് മഴ പെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര അടുത്ത് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ. അമ്മേ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.